ഇന്ന് നമ്മൾ ഒരു പോർട്ടബിൾ ഗാർഡൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ഒരു ബോക്സിൽ. അതിനായി ആദ്യം മണ്ണും മണലും കൂടി ചേർത്തിട്ട് ഇത് നിറയ്ക്കാം. നമുക്ക് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. മണ്ണും മണലും മിക്സ് ചെയ്തത് ഒരു നീർവാർച്ച കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലിടാൻ കുറച്ച് പ്ലാന്റ്സ് വേണം. അപ്പോൾ ഞാൻ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ഹാർട്ട് ഫേൺ ആണ്. ഹാർട്ട് ഫേൺ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫേൺ ആണ്, പക്ഷേ നല്ല ഭംഗിയാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻഡോർ പ്ലാന്റ്. അപ്പോൾ ഇതൊരു ഷെയ്ഡി ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫേൺ ആയതുകൊണ്ട് നമുക്കിത് ഇൻഡോറിൽ ഉപയോഗിക്കാം. എനിക്കിത് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ചാച്ചിപ്പീട്ടിനോട് ചോദിച്ചു. അപ്പോൾ ചാച്ചിപ്പീട്ട് പറഞ്ഞു, നമ്മൾ പ്രോപ്പർ കെയർ കൊടുക്കുകയാണ്, ഡെയിലി വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ ഇതങ്ങനെ തന്നെ നിൽക്കുമെന്ന്. ഓക്കെ, നമുക്കിനി നല്ലൊരു ഹാർട്ട് ഫേൺ എടുക്കാം ഇതിൽ നിന്ന്. അടുത്ത നമുക്ക് പറിക്കാനുള്ളത് മൂസ് പ്ലാന്റ് ആണേ. എന്താണ് മൂസ്? നമ്മുടെ മുറ്റത്തുണ്ടാകുന്ന പൂപ്പല്. അടുത്തത് റോക്ക് വീഡാണ്. റോക്ക് വീഡ് ഇയർ അറൗണ്ട് നിൽക്കുന്ന എനിക്ക് യാതൊരു ഉറപ്പുമില്ല, എങ്കിലും നിൽക്കുമെന്ന് നമുക്ക് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. പിന്നെ ഞാനിതൊരു 15 ദിവസം വെച്ച് നോക്കി. ഇത് ലൈവായിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. പിന്നെ അത് കൂടാതെ കുറച്ച് കല്ലും മരക്കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരുക്കി വെച്ച മണ്ണിലേക്ക് നമുക്ക് ആദ്യം മൂസ് പ്ലാന്റ് വെച്ച് കൊടുക്കാം. എന്തായാലും നല്ല പുൽമെത്ത പോലെ ഇല്ലേ, അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ഹാർട്ട് ഫേൺ. നല്ല ഭംഗിയില്ലേ ഹാർട്ട് ഫേൺ കാണാൻ? ഞാൻ ഹാർട്ട് ഫേൺ മാത്രമായിട്ട് ഒരു പോട്ടിൽ വെക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വെക്കണം. ഇവിടെയാണെങ്കിൽ കുറേ ഹാർട്ട് ഫേൺ ഉണ്ട്. നാട്ടിൽ എൻ്റെ വീട്ട് ഒരു എന്താ പറയുക, കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഇത് വെച്ച് കഴിഞ്ഞാലാണ് എനിക്ക് റോക്ക് വീഡ് അവിടെ വെച്ചാൽ മതി എന്ന് തോന്നി. അങ്ങനെ ഞാൻ മോസ് മാറ്റി അവിടെ റോക്ക് വീഡാക്കി. അതിനുശേഷം മോസ് ഇങ്ങനെ പല കഷ്ണങ്ങളാക്കി അവിടെ അവിടങ്ങളായിട്ട് നിരത്തി കൊടുത്തു. അതിനുശേഷം നമ്മുടെ കല്ല് ഇട്ട് കൊടുത്തു, ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതുണ്ടാക്കിയതിന് ശേഷം എല്ലാ ദിവസവും രാവിലത്തെ പണി ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ ജനലിൻ്റെ അരികിലാണ്. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പറ്റില്ല. ഫേണിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട ഒരു ഷെയ്ഡി ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ദിവസങ്ങളോളം സ്പ്രേ ചെയ്ത പോർട്ടബിൾ ഗാർഡൻ ഇതാണ്. ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം ഇതൊന്നും ആയിട്ടില്ല. നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ വളർച്ചയായിട്ടൊന്നുമില്ല, ബട്ട് ഫ്രഷ് ആണ്. ഇത് എക്സ്പെരിമെന്റ് സക്സസ് ആണ് ഗൈസ്. നിങ്ങൾക്കും ഇത് ചെയ്തു നോക്കാം. ഇനി ഇത് വർക്കായ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി നന്നാക്കി കുറച്ചുകൂടി വലിയതാക്കിയിട്ടൊക്കെ ചെയ്തു നോക്കാം. ഓക്കെ, സോ സബ്സ്ക്രൈബ്.